കാസർഗോഡ് നാലത്തടുക്ക സ്വദേശിനി ജസീല മരിച്ചിട്ട് 2 ആഴ്ചയായി. വ്യാജ മോഷണ കുറ്റം ആരോപിച്ച് ഈ കുട്ടിയെ മാനസികമായിട്ട് പീഡിപ്പിക്കുകയും അതിൻ്റെ പേരിൽ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി 3 മണിക്കൂറോളം ഈ കുട്ടിയെ ചോദ്യം ചെയ്യുകയും അത് പൊട്ടിക്കരഞ്ഞുകൊണ്ട് വെളിയിലോട്ട് ഓടുന്ന രംഗങ്ങളും എല്ലാം കണ്ടതാണ്. എന്നിട്ട് ഭർത്താവിൻ്റെ വീട്ടുകാരും അതുപോലെ തന്നെ ആൺ സുഹൃത്തായ അഫ്രിദിൻ്റെ ഉമ്മായും ഒരു വീട്ടുകാരും എല്ലാവരും കൂടി ചേർന്ന് ഈ കുട്ടിയെ സ്വർണ്ണക്കള്ളി എന്ന് ജനങ്ങളെ മൊത്തം അറിയിക്കുകയും അതിൻ്റെ വിഷമം കാരണം ഈ കുട്ടി മരണപ്പെടുകയാണ് ചെയ്തത്. ഈ 2 ആഴ്ചക്കിടയിൽ അവിടുത്തെ ജനങ്ങളെല്ലാം കൂടി ചേർന്ന് ആക്ഷൻ കമ്മിറ്റി രൂപീകരിക്കുകയും നീതി കിട്ടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അവരെ കൊണ്ടൊക്കുന്ന കഴിവിൻ്റെ പരമാവധി ജനങ്ങൾ ശ്രമിക്കുകയും ചെയ്തു. പോലീസിൻ്റെ വശത്ത് നിന്ന് തന്നെ ഒരുപാട് ഈ ജസീല കേൾക്കേണ്ടി വന്നു. സ്വർണം എടുത്തിട്ടില്ല, കട്ടിട്ടില്ല എന്ന് പറഞ്ഞിട്ട് പോലും അത് വിശ്വസിക്കാൻ പോലീസും തയ്യാറായില്ല. യഥാർത്ഥത്തിൽ പോലീസിന് മനസ്സിലായി ഇത് വെറുതെ കുറ്റം ആരോപിക്കുകയാണെന്ന് അറിയാമായിരുന്നു. എന്നിട്ട് പോലും മറ്റേ ആ വീട്ടുകാർക്കൊപ്പം നിന്നതായിട്ടോ അല്ലെങ്കിൽ ഈ പോലീസ് അതിൻ്റെ ഒരു തെളിവ് ഒന്നുകിൽ ആ മാല ആ സ്വർണം എങ്ങനെ പോയി 9 പവൻ എങ്ങനെ പോയി എന്ന് കണ്ടുപിടിക്കുകയോ ഒന്നും ചെയ്തില്ല. ആ വീട്ടുകാരുടെ കള്ള ആരോപണം കേട്ടുകൊണ്ട് പോലീസ് ഈ കുട്ടിയെ ഒരുപാട് ക്വസ്റ്റ്യൻ ചെയ്തു. ഇതിൻ്റെ ഇടയിൽ അതിന് മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരുന്നു. അത് അങ്ങനെ മരണപ്പെടുകയാണ് ചെയ്തത്. അപ്പോൾ അതിനുശേഷം ഈ 2 ആഴ്ചക്കിടയിൽ ഇപ്പോൾ അഫ്രിദിൻ്റെ ഉമ്മ, അതായത് ആൺ സുഹൃത്ത്, മുമ്പ് സ്കൂളിൽ പഠിക്കുന്ന കാലം തൊട്ടോ ഭർത്താവിൻ്റെ വീട്ടിൻ്റെ അയൽവാസിയായിരുന്നു. അവിടെ പോയപ്പോഴാണ് ഈ സംഭവം മനഃപൂർവ്വം അവിടെ എന്തോ ഫംഗ്ഷന് വേണ്ടി മനഃപൂർവ്വം വിളിച്ചു വരുത്തി ഈ കുട്ടിയെ അപമാനിക്കുകയാണ് ചെയ്തത്. ഇവർ തങ്ങളിൽ കൂടി ആലോചിച്ചതാണ്. ജസീലയുടെ ഭർത്താവും വീട്ടുകാരും നിരന്തരം ഈ കുട്ടിയെ പീഡിപ്പിക്കുമായിരുന്നു. പക്ഷേ ഈ ഭർത്താവിന് ഈ കുട്ടിയെ വേണ്ട, ഒഴിവാക്കണം. അതിന് വേണ്ടിയിട്ട് അയാളും കുറേ കളി കളിച്ചു ഇതിൻ്റെ പിന്നിൽ. പിന്നെ ഈ സുഹൃത്തെന്ന് പറയുന്ന അഫ്രിദ്, ഇയാളെ ഭർത്താവ് ഗൾഫിലാണെങ്കിലും ഓരോന്ന് ഇല്ലാ കഥകൾ പറഞ്ഞു കൊടുത്തുകൊണ്ടേയിരുന്നു. അഫ്രിദും അഫ്രിദിൻ്റെ ഉമ്മായും. അങ്ങനെ ആകുമ്പോൾ ഈ ഭർത്താവ് കാണാത്ത കാര്യങ്ങൾ ഈ ഭർത്താവ് ഓരോന്നും ഈ കുട്ടിയെ ഇല്ലാ കഥകൾ പറയുകയും നിരന്തരം പീഡിപ്പിച്ചുകൊണ്ടേയിരുന്നു. ഗൾഫിൽ നിന്ന് ഫോൺ കോളുകൾ വിളിച്ചായിരുന്നാലും ഒരുപാട് ചീത്ത വിളിക്കുമായിരുന്നു. അങ്ങനെ നിരന്തരം പീഡിപ്പിച്ചുകൊണ്ടേയിരുന്നു. എന്നിട്ട് ഇപ്പോൾ അതിലുള്ള ഒരു മനുഷ്യനെ പോലും ഈ പോലീസ് ചോദ്യം ചെയ്യുകയോ ചോദ്യം ചെയ്യുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുന്ന കേട്ടോ. ഇപ്പോൾ കേസിൻ്റെ ഇത് നടക്കുന്ന വിദ്യാനഗർ പോലീസ് പരിധിയിലാണ്. അങ്ങനെ അതിനുശേഷം അഫ്രിദിൻ്റെ ഉമ്മായെ ചോദ്യം ചെയ്യലിനൊടുവിൽ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി. അപ്പം നമുക്ക് ഉമ്മായെ കൊണ്ടുപോകുന്ന കാണാം. പർദ്ദയൊക്കെ ഇട്ട് മൂടിയടച്ച് കണ്ണു മാത്രം കാണത്തക്ക രീതിയിൽ മൊത്തവും മറച്ച്, ഇതൊക്കെ സ്ഥിരം കുറ്റവാളികളെ ഒരു പരിപാടിയാണ്. ഈ പർദ്ദയിട്ട് നടന്നിട്ട് എന്ത് ഫലം? കാണിക്കുന്ന പ്രവർത്തികൾ അങ്ങേ അറ്റത്തരമാണ്. അപ്പം നമുക്കതൊന്ന് കാണാം. സ്വർണമാല മോഷ്ടിച്ചുവെന്നാരോപിച്ചതിനെ തുടർന്നുണ്ടായ മനോവിഷമത്തിൽ കാസർഗോഡ് നാൽത്തടുക്ക സ്വദേശിനി ജസീല ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ആൺസുഹൃത്തിന്റെ മാതാവ് ആയിഷ അറസ്റ്റിൽ. ഇവരെ രാവിലെ വിദ്യാനഗർ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തുകയും ചോദ്യം ചെയ്യലിനൊടുവിൽ അറസ്റ്റ് ചെയ്യുകയുമായിരുന്നു. സംഭവത്തിൽ പോലീസ് അന്വേഷണം അട്ടിമറിക്കുന്നുവെന്നാരോപിച്ച് ജസീലയുടെ കുടുംബവും ആക്ഷൻ കമ്മിറ്റിയും രംഗത്തെത്തിയിരുന്നു. ആരോപണ വിധേയരെ ചോദ്യം ചെയ്യുവാൻ പോലും വിദ്യാനഗർ പോലീസ് തയ്യാറായിട്ടില്ലെന്നും തെളിവ് നശിപ്പിക്കുവാൻ പോലീസ് കൂട്ടുനിൽക്കുകയാണെന്നുമുള്ള ആദൂർ പോലീസ് വിളിച്ച് ഒരുപാട് ജസീലയെ ചോദ്യം ചെയ്ത് അവളെ കൊണ്ട് പറയാൻ, സാധാരണ വനിതാ പോലീസ് നിന്നാണ് ചോദ്യം ചെയ്യുന്നത്. ഇത് അല്ലാതെ പോലീസ് നിന്നുകൊണ്ട് ഈ കുട്ടിയെ ചോദ്യം ചെയ്യുകയും അത് കരഞ്ഞു വിളിച്ചാണ് അത് വെളിയിലോട്ട്, പോലീസ് സ്റ്റേഷന്റെ വെളിയിലോട്ട് ഇറങ്ങി ഓടുന്നത്. ഉമ്മാരെ ഹൃദയം തന്നെ പൊട്ടിപ്പോയി. ഉമ്മ വെളിയിലിരിക്കുകയാണ്, നെഞ്ചു പൊട്ടുന്ന കാഴ്ചയാണ് കണ്ടത്. എന്നിട്ട് വന്നിട്ടാണ് അത് പിന്നെ അതിനെ കൊണ്ട് സഹിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ആ കുട്ടി അങ്ങനെ ചെയ്തത്. അതിനുശേഷം വിദ്യാനഗർ പോലീസ് അന്വേഷണം തുടങ്ങാനായിട്ട് എന്നിട്ട് പോലും എന്തോ ഒരു മന്ദത അവർക്കതിന് വയ്യ. ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ച് ജനങ്ങളെല്ലാം കൂടി ഒറ്റക്കെട്ടായി നിന്ന് അവരുടെ ആ ഒരു ഇതുകൊണ്ടായിരിക്കാം വിദ്യാനഗർ പോലീസ് തന്നെ അവസാനം ഈ ആയിഷ എന്ന് പറയുന്ന അഫ്രിദിന്റെ ഉമ്മായെ ചോദ്യം ചെയ്തത്. പർദ്ദയൊക്കെ ഇട്ട് മൂടി അടച്ചൊക്കെ പോകുന്നുണ്ട് പുള്ളിക്കാരി. ഗുരുതര ആരോപണം കുടുംബം ഉയർത്തിയിരുന്നു.
രണ്ടാഴ്ച പിന്നിട്ടിട്ടും അന്വേഷണം എങ്ങുമെത്താത്ത സാഹചര്യത്തിൽ ശക്തമായ പ്രക്ഷോഭ പരിപാടികളുമായി മുന്നോട്ടു പോകുമെന്ന് ആക്ഷൻ കമ്മിറ്റിയും മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഈ സാഹചര്യത്തിൽ കേസിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കുകയായിരുന്നു. തുടർന്നാണ് ആൺസുഹൃത്തിന്റെ മാതാവിനെ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി വിദ്യാനഗർ SHOയുടെ നേതൃത്വത്തിൽ ചോദ്യം ചെയ്തത്. മണിക്കൂറുകളോളം നീണ്ട ചോദ്യം ചെയ്യലിനോട് വീടിന് ഓടയാണ്. എനിക്ക് ഷിംജിതേരെ ഓർമ്മയാണ് വന്നത്. ഷിംജിത ഇതുപോലെയാണല്ലോ, വെറുതെ ഇട്ട് കണ്ണ് മാത്രം കാണത്തക്ക രീതിക്ക് മൂടി അടച്ച് കൈയും വീശി അങ്ങ് പോവേണ് തള്ള. ഈ തള്ളേരെ സ്വർണ്ണമാണ് കണ്ടില്ല എന്ന് പറഞ്ഞും കൊണ്ട് പരാതി കൊടുത്തത് കള്ള ആരോപണം. വീട്ടില് മകന്റെ കൂട്ടുകാരി ആയിക്കോട്ടെ, അവർ പഠിച്ചിരുന്ന കാലം മുതലുള്ള ഫ്രണ്ട്ഷിപ്പാണെന്ന് പറയുന്നു. അങ്ങനെ ആയിക്കോട്ടെ, ആ വീട്ടിൽ ഇതിനായിട്ട് വിളിച്ചു വരുത്തി ഈ കുട്ടിയെ. വിളിച്ചു വരുത്തിയിട്ട് ഇത്രയും അപവാദം പറഞ്ഞ് അതിൻ്റെ ഭർത്താവിൻ്റെ വീട്ടുകാരും കൂടെ അവരെയും കൂടെ വിളിച്ച് ചെന്ന് കിടന്ന് ആക്ഷേപങ്ങൾ പറയുകയും വായി തോന്നണ അത്രയാണ് വിളിച്ചത്. പോക്ക് കണ്ടില്ലേ. ഒടുവിലാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. സൈബർ സെല്ലിന്റെ സേവനവും പ്രയോജനപ്പെടുത്തിയിരുന്നു. ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തിയാണ് ആയിഷയെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. കോടതിയിൽ ഹാജരാക്കിയ ഇവരെ റിമാൻഡ് ചെയ്തു. തുടർന്ന് ആയിഷയെ കാഞ്ഞങ്ങാട് വനിതാ ജയിലിലേക്ക് മാറ്റി. ഇവർ നൽകിയ ജാമ്യാപേക്ഷ നാളെ കോടതി ജാമ്യാപേക്ഷയൊക്കെ നൽകിയിട്ടുണ്ട്. അത് പിന്നെ അങ്ങനെയാണല്ലോ പരിഗണിക്കും. മോഷണക്കുറ്റം ആരോപിച്ചതിൽ മനം നൊന്ത് കഴിഞ്ഞ 15-ാം തീയതിയാണ് ജസീല എലിവിഷം കഴിച്ചത്. ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ മരണം സംഭവിക്കുകയായിരുന്നു. നിരപരാധിയാണെന്ന് കരഞ്ഞു പറയുന്ന വീഡിയോ ചിത്രീകരിച്ച ശേഷമാണ് ജസീല ജീവനൊടുക്കിയത്. ചെയ്യാത്ത തെറ്റിന്റെ പേരിലാണ് താൻ അപമാനം നേരിടേണ്ടി വന്നതെന്നാണ് വീഡിയോ സന്ദേശത്തിൽ ജസീല പറയുന്നത്. ഇത് മാത്രമല്ല പറഞ്ഞുണ്ടാക്കിയത്, ഈ കുട്ടി ഈ 9 പവന്റെ സ്വർണവും എടുത്തുകൊണ്ട് കോഴിക്കോടോ എവിടെയെങ്ങാണ്ടേക്ക് പോയി കാമുകന്മാരുമൊത്ത് റൂം എടുത്ത് കിടന്ന് എല്ലാം ഈ കുട്ടി പറയുന്നുണ്ട്. മരണത്തിന് മുമ്പെല്ലാം പറയുന്നു കാമുകന്മാരുമൊത്ത് റൂം എടുത്ത് കിടന്നതായിട്ടും ഭർത്താവിൻ്റെ വീട്ടുകാരെ ഇവരെ അറിയിച്ച് ഈ അഫ്രീദിൻ്റെ വീട്ടുകാർ ഈ തള്ള തന്നെ പിടിച്ചുകൊണ്ടുപോണ തള്ളയൊക്കെ അറിയിച്ച് അങ്ങനെ മൊത്തത്തിൽ നാറ്റ കേസായി. കാമുകന്മാരോടെ പോയി അവർക്ക് കൊണ്ട് 9 പവൻ കൊടുത്തെന്നും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിന്നെ ഇത് കേട്ടും കൊണ്ട് കിഴങ്ങനായ ഭർത്താവ് ഗൾഫിൽ നിന്നുകൊണ്ട് അവൻ്റെ വായി തോന്നണത് അത്രയും അവൻ വിളിച്ച് മുഴുത്ത ചീത്ത വിളിച്ച് ഭർത്താവിൻ്റെ ഉമ്മായും എല്ലാവരും കൂടെ ചേർന്ന് ഈ ജസീലയുടെ വീട്ടിൽ വന്ന് ഒരുപാട് അപവാദങ്ങൾ പറഞ്ഞുണ്ടാക്കി. ഈ സ്വർണം എടുത്തോണ്ട് പോയി നീ അവന്മാർക്ക് കൊടുത്തില്ലേടി, അവന്മാരോട് ആ റൂം എടുത്ത് കിടന്നില്ലേടി എന്നൊക്കെ ഉള്ള വൃത്തികെട്ട മോശമായിട്ടുള്ള രീതിക്ക് ഒരുപാട് ആരോപണങ്ങൾ ഉണ്ടായി. പോലീസിൽ പരാതി നൽകുവാൻ ശ്രമിച്ചുവെങ്കിലും പോലീസ് അത് സ്വീകരിച്ചില്ലെന്നും ജസീലയുടെ വീഡിയോയിൽ പറയുന്നു. ജസീലയുടെ ആൺസുഹൃത്തിന്റെ വീട്ടിൽ നിന്നുമാണ് 9.5 പവൻ നഷ്ടപ്പെട്ടു എന്ന പരാതി വരുന്നത്. ആദൂർ പോലീസ് സ്റ്റേഷനിൽ പരാതി ലഭിച്ചതിനെ തുടർന്ന് ജസീലയെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തിരുന്നു. എന്നാൽ സംഭവത്തിൽ ജസീലയുടെ പങ്ക് തെളിയിക്കാനായിരുന്നില്ല. സ്വർണം മോഷണം പോയതായി പരാതി നൽകിയത് വ്യാജമാണ്. അങ്ങനെ ഒരു സ്വർണം പോയിട്ടില്ല. അഥവാ അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ആ തള്ള എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഈ കുട്ടിയുടെ മണ്ടയിൽ ആരോപണം ഉണ്ടാക്കിയതാണ്. അവർക്ക് എന്തോ വൈരാഗ്യമുണ്ട്. ആ വൈരാഗ്യം മിക്കവാറും ഇവരെ മോനുമായിട്ട് സൗഹൃദം എന്ന് പറഞ്ഞാൽ അവർ കൂട്ടുകാരാണ്. അപ്പോൾ ഇതിനു മുമ്പ് ജസീലാരെ 2 പവന്റെ സ്വർണം ഈ തള്ളേരെ മോന് വാങ്ങിച്ചു. എന്നിട്ട് ഇവർ രണ്ടുപേരും കൂടി ഒരു തീരുമാനം എടുത്തായിരുന്നു. എന്തോ ഒരു ഫാൻസി ഷോപ്പോ അങ്ങനെ എങ്ങാണ്ട് ഇടുന്ന കാര്യത്തിൽ ഒരു തീരുമാനം എടുത്തെന്ന് പറയുന്നു. അതിനിടയിൽ എന്തെങ്കിലും തർക്കമായി കാണും. എന്നിട്ട് ഇത്രയും നാളായിട്ടും ജസീലയുടെ ഈ 2 പവന്റെ സ്വർണം തിരിച്ച് ഈ അഫ്രീദ് കൊടുത്തില്ല. അപ്പോൾ ഇതിനെ ചോദ്യം ചെയ്തപ്പോൾ തള്ള കാണിച്ചതായിരിക്കും മനഃപൂർവ്വം വ്യാജ ആരോപണമുണ്ടാക്കി ഈ സ്വർണം കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്ത കളിയാണ് ഈ തള്ള കാണിച്ചത്. അതങ്ങനെയാണ്. വ്യാജമാണോ എന്നതടക്കമുള്ള കാര്യങ്ങളിലാണ് കേസിൽ പ്രധാനമായും അന്വേഷണം നടക്കുന്നത്. ആൺസുഹൃത്തിന്റെ മാതാവിനെ അറസ്റ്റ് ചെയ്തതിലൂടെ ജസീല കേസ് പുതിയൊരു വഴിത്തിരിവിലേക്ക് കടന്നിരിക്കുകയാണ്. കേസിൽ ആൺസുഹൃത്തിനെ കൂടി പോലീസ് ചോദ്യം ചെയ്തേക്കുമെന്നാണ് വിവരം. ഞങ്ങൾ ഇത് പരിശോധിക്കും. ഇന്നത്തെ അറസ്റ്റ് ഇതെന്താണ് ഇതിൽ വകുപ്പിലാക്കിയിട്ടുള്ളത്. ഇപ്പോൾ നാളെ കോടതിയിലേക്ക് ഹാജരാക്കുമെന്നാണ് അപ്പോൾ ഇതൊന്ന് അഡ്വക്കേറ്റായിട്ട് ലീഗൽ ഒപ്പീനിയൻ എടുത്ത് ഇതിനെ പരിശോധിക്കും. നമുക്ക് പെട്ടെന്നൊരു കൂടിയാലോചിക്കേണ്ട ഒരു അഭിപ്രായം നിങ്ങളോട് പറയാൻ പറ്റില്ലല്ലോ. എന്താണ് അന്വേഷണ സംഘം എന്തൊക്കെയാണ് കണ്ടെത്തിയിട്ടുള്ളതെന്നൊക്കെ അവരോട് സംസാരിച്ചതിന് ശേഷം തീർച്ചയായിട്ടും വരും ദിവസങ്ങളിൽ ഇതിൻ്റെ മുന്നോട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് നിങ്ങളോട് തീർച്ചയായിട്ടും പറയും. എന്തായാലും നീതി ആ കുട്ടിക്ക് വാങ്ങിക്കൊടുക്കുന്നത് വരെ 1 ഇഞ്ച് പിന്നോട്ട് ആക്ഷൻ കമ്മിറ്റി ഇല്ല എന്നാണ് ഞങ്ങൾക്ക് നിങ്ങളോട് പറയാനുള്ളത്.
അവള് മരണത്തിന് മുമ്പ് പറഞ്ഞു അവൾക്ക് നീതി കിട്ടണം, ഇത് അവൾ മരണപ്പെട്ട് കഴിഞ്ഞാലും ഈ അന്വേഷണം സത്യം തെളിയിക്കണം എന്ന് ജസീല പറഞ്ഞിരുന്നു. അവരെല്ലാം ഇളകിയത് കൊണ്ട്, ഒത്തു നിന്നത് കൊണ്ട് മാത്രമായിരിക്കാം ഈ പോലീസ് ഇപ്പം ഇത്രയും ദിവസം ഇല്ലാത്ത ഒരു ഇതായിട്ട് അവരെ ചോദ്യം ചെയ്യുകയോ ഒന്നും ചെയ്തില്ല. അവരെയൊക്കെ ചോദ്യം ചെയ്യണതൊക്കെ മീഡിയയുടെ മുന്നിൽ കാണിക്കണമായിരുന്നു. എല്ലാവരെയും കൊണ്ട് ചോദ്യം ചെയ്യുന്നു, പിന്നെ ആൺസുഹൃത്തിനെ ചോദ്യം ചെയ്യാൻ പോകുന്നു, അതുപോലെ ആൺസുഹൃത്തിൻ്റെ ഉമ്മായെ ചോദ്യം ചെയ്യുന്നു, പിന്നെ ഈ ജസീലയുടെ ഭർത്താവ് ഗൾഫിൽ നിന്ന് വന്നായിരുന്നു, ഭർത്താവിൻ്റെ വീട്ടുകാരെ എല്ലാവരെയും ചോദ്യം ചെയ്യുന്നു എന്ന് പറയണതല്ലാതെ അവരെ എല്ലാവരും മീഡിയയുടെ മുന്നിൽ കാണിക്കണമായിരുന്നു, ജനങ്ങളും കൂടി കാണണമായിരുന്നു. ഇതൊന്നും ചെയ്തില്ല. ഈ തള്ളെ ഇവരെ മാത്രം, ഈ അഫ്രീദിൻ്റെ ഉമ്മായെ മാത്രം പിടിച്ചുകൊണ്ടുപോയി ജനങ്ങളെ ബോധ്യപ്പെടുത്തിയിട്ടൊന്നും ഒരു കാര്യമില്ല. ഈ അഫ്രീദ് എന്ന് പറയുന്ന സുഹൃത്തിനെ എന്തുകൊണ്ട് മീഡിയയുടെ മുന്നിൽ കാണിക്കുന്നില്ല? അവനെ ചോദ്യം ചെയ്ത് അവനും ഇതിൻ്റെ ഇടയിൽ കളിച്ചു. രണ്ടാമത് ഈ പെൺകുട്ടിയുടെ ഭർത്താവ് അയാള് നിരന്തരം ഈ സ്വർണ്ണ ആരോപണത്തിന് മുമ്പ് തന്നെ ഒരുപാട് ഈ കുട്ടിയെ മാനസികമായിട്ട് പീഡിപ്പിക്കുമായിരുന്നു. നിനക്ക് കാമുകന്മാരുണ്ടെന്നും കാമുകന്മാരുടെ നീ പോവുമെന്നും എന്നൊക്കെ പറഞ്ഞ് നിരന്തരം പീഡിപ്പിക്കുമായിരുന്നു. യവൻ ഗൾഫിൽ നിന്നായിരുന്നാലും യവൻ ഈ കുട്ടിയെ ഒരുപാട് മാനസികമായിട്ടൊക്കെ ഉള്ള പീഡനങ്ങൾ ഉണ്ടാവുമായിരുന്നു. ഇതിന് സഹികെട്ട് തന്നെയാണ് ഇത് ചെയ്തത്. പിന്നെ ആ ഭർത്താവിൻ്റെ ഉമ്മ, അതായത് ജസീലയുടെ അമ്മായി അമ്മ, ചില്ലറക്കാരിയല്ല, ആ അമ്മായി അമ്മയും പിന്നെ വീട്ടിലുള്ള ആരൊക്കെയോ കൂടി ചേർന്നാണ് ഈ ജസീലയെ വന്ന് ഈ സ്വർണ്ണ കള്ളി എന്ന് പറഞ്ഞുകൊണ്ടും നീ കാമുകന്മാർക്ക് കൊണ്ട് കൊടുത്തെന്നും കാമുകന്മാരുടെ പോയി കിടന്നെന്നും എന്നൊക്കെയുള്ള ആരോപണം ഈ രണ്ട് പാർട്ടിക്കാരും കൂടെ, അതായത് ജസീലയുടെ ഭർത്താവിൻ്റെ വീട്ടുകാരും അതുപോലെ ആൺസുഹൃത്തെന്ന് പറയുന്ന അഫ്രീദിൻ്റെ വീട്ടുകാരും കൂടി ചേർന്ന് നിന്നുകൊണ്ട് വന്നാണ് ആക്ഷേപങ്ങൾ അത്രയും വിളിച്ച് ജനങ്ങളെ മൊത്തവും അറിയിച്ചു മീഡിയയുടെ മുന്നിലും മൊത്തത്തിൽ പാട്ടാക്കിയത്. അപ്പോൾ ഇത് എല്ലാവരെയും ചോദ്യം ചെയ്ത് എല്ലാവരെയും നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരണം. ആദൂർ പോലീസിനെതിരെയും കേസെടുക്കണം. ഇത്രയും ദിവസമായിട്ടും ഈ കേസിൻ്റെ അന്വേഷണം എന്തുകൊണ്ട് അത് തെളിയിക്കാത്തത്, പോലീസ് എന്തുകൊണ്ട് മന്ദതയിലായി, അതും തെളിയണം. അപ്പോൾ ഇതൊരു കള്ളക്കേസാണെന്ന് പോലീസിന് അറിയാമായിരുന്നെങ്കിൽ ആ കുട്ടിയെ 2-3 മണിക്കൂർ ആ പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് നിർത്തി ക്വസ്റ്റ്യൻ ചെയ്തു. ഒരു വനിതാ പോലീസ് ഇല്ലാതെയാണ് ആ ക്വസ്റ്റ്യൻ ചെയ്തത്. അതിനത്രയ്ക്ക് സഹിക്കാൻ വയ്യാതെ അതിൻ്റെ ഉമ്മ വെളിയിലിരിക്കുകയാണ്. അത് ഇറങ്ങി ഓടേണ് ചെയ്ത പോലീസ് സ്റ്റേഷനിൽ നിന്ന്. പിന്നെ അതിന് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞൂടാ. ഇല്ല, കുറ്റം ആരോപിക്കണം, നീ പറയണം, എടുത്തെന്ന് പറയണം എന്ന് പറഞ്ഞുകൊണ്ട് ഈ കുട്ടിയെ പോലീസായിരുന്നാലും അങ്ങ് പറയണ ചെയ്യണം. ഒരാൾ കള്ളക്കേസ് കൊണ്ട് കൊടുക്കുമ്പോൾ അത് എന്താണ് സത്യാവസ്ഥ, അത് ശരിയാണോ തെറ്റാണോ എന്ന് തെളിയിക്കേണ്ടത് പോലീസിൻ്റെ കടമയാണ്. ഈ കുട്ടി പറയുന്നുണ്ട് ചെയ്തിട്ടില്ല എങ്കിൽ തെളിയിക്കൂ എന്ന് പറയുന്നുണ്ട്. ഈ കുട്ടി അവസാന ഇതിൽ പറയുന്നുണ്ട് ഞാനിത് ചെയ്തിട്ടില്ല, ഇത് കള്ള ആരോപണമാണ് എന്നത് കരഞ്ഞു വിളിച്ചാണ് അത് പറഞ്ഞത്. അപ്പം ഈ ഒരാളിനെ മാത്രം പിടിച്ചോണ്ട് പോയിട്ട് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ചെയ്തിട്ടൊന്നും ഒരു കാര്യവും ഇല്ല. അപ്പോൾ അതിലാരൊക്കെയുണ്ട് അവരെ എല്ലാവരെയും ചോദ്യം ചെയ്യണം. മെയിനായിട്ട് അഫ്രീദിനെ ചോദ്യം ചെയ്യണം. പിന്നെ ഇനിയിപ്പോൾ 2 പേരെയും, അഫ്രീദിൻ്റെ മൊബൈലും അതുപോലെ ജസീലയുടെ മൊബൈലും പരിശോധനയ്ക്ക് കൊണ്ടുപോകുന്നു എന്നൊക്കെ പറയുന്ന കേട്ടു. ഇതിൻ്റെ സത്യാവസ്ഥ എന്തായാലും തെളിയണം. ഒന്നുകിൽ ഈ മണഗുണാഞ്ചനായ ഈ ഭർത്താവിന് പറയാം ഞാൻ നാട്ടിൽ വരട്ടെ, വന്നതിന് ശേഷം നമുക്ക് തീരുമാനിക്കാം എന്താണെന്ന്. അല്ലാതെ ഭർത്താക്കന്മാരാണ് എന്തെങ്കിലും ഒരു ഇത് കേട്ടും കൊണ്ട് എടുപിടിയെന്നും പറഞ്ഞ് എടുത്ത് ചാടുകയല്ല ചെയ്യാനുള്ള. അയാൾക്ക് 2 മക്കളുണ്ടായിരുന്നല്ലോ. അയാൾ ആ കുട്ടികളെ കാര്യമെങ്കിലും ചിന്തിച്ചുകൊണ്ട് ഈ ഭാര്യയുടെ അടുത്ത് പറയാത്തത് ഇതിൻ്റെ സത്യാവസ്ഥ നമുക്ക് തെളിയിക്കാം എന്താണെന്ന് എന്ന് പറഞ്ഞുകൊണ്ട് ആ കുട്ടിക്കൊരു സമാധാനം കൊടുക്കണമായിരുന്നു. ഇതൊന്നും ചെയ്യാതെ അയാൾ എവരെ വാക്ക് കേട്ട്, ഈ അഫ്രീദിൻ്റെ ഉമ്മാരെയും വാക്ക് കേട്ടും കൊണ്ട് എവളെ ഓരോന്ന് ഇയാൾ ചീത്ത വിളിച്ചുകൊണ്ടേയിരുന്നു. ഇത് സഹിക്കാൻ പറ്റിയില്ല. ഇതിന് മുമ്പേ ഉണ്ടെന്നാണ് പറയണത്. ഇയാൾക്ക് വേണ്ടാതെ ആയി. ഞാൻ ന്യൂസിലൊരു കമൻറ്റ് കണ്ടതാണ്. ഈ ജസീലയെ പറഞ്ഞുകൊണ്ടാണ്, ഞാൻ ജസീലയുടെ സുഹൃത്താണ്, പേരെന്ന് പറയുന്നില്ല, ജസീലയുടെ സുഹൃത്താണ്. ജസീലയ്ക്ക് ഒരുപാട് ആൺസുഹൃത്തുക്കളുമായിട്ട് സൗഹൃദമുണ്ട്. ആൺസുഹൃത്തുക്കളുമായിട്ട് സൗഹൃദമുണ്ടെന്ന് പറഞ്ഞപ്പോൾ എന്തോ തെറ്റാണ്?
സൗഹൃദം ഇപ്പം സൗഹൃദം എന്നുള്ള പല പല അർത്ഥത്തിൽ ചിന്തിക്കാം. നല്ല സൗഹൃദങ്ങൾ കാണും, എത്രയോ പേരുണ്ട്. ചിലർക്ക് പെൺകുട്ടികൾ അങ്ങനെ സൗഹൃദം കാണൂല, ചിലർ ആൺകുട്ടികളായിരിക്കും അത് ആ സ്നേഹത്തിൽ കൊണ്ടുപോകണം. പഠിക്കുന്ന സ്ഥലത്തായിരുന്നാലും നമുക്ക് കാണാൻ കഴിയും. പണ്ടേ ഉള്ള പഠിത്ത കാലത്തുള്ള സുഹൃത്ത് ബന്ധം ഇപ്പോഴും നിലനിൽക്കുന്നവരുണ്ട്, സഹോദരിയെ കണക്ക് കാണുന്നവരുണ്ട്. എല്ലാം വേറൊരു കണ്ണുകൊണ്ട് കാണരുത്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ഇതാണ് ജസീല. ആൺ സുഹൃത്തുക്കളുമായിട്ടാണ് കൂടുതൽ ബന്ധം എന്നുള്ളത് പറയുന്നുണ്ട്. അവൾ മോശക്കാരിയാണ് എന്നുള്ള രീതിക്കൊക്കെ ആൺ പയ്യൻ തന്നെ വന്ന ആ ന്യൂസിൽ കമൻ്റ് ഇട്ടതാണ്. ഈ പറഞ്ഞ ആളിന് നല്ലതുപോലെ ജസീലയെ അറിയാം എന്നുള്ളതായിട്ട് പറയുന്നുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നത് ഈ കമൻ്റ് ഇട്ട അവൻ ഏവനായാലും അവൻ ഒന്നുകിൽ അഫ്രീദിൻ്റെ കൂട്ടുകാരനായിരിക്കാം, അല്ലെങ്കിൽ അഫ്രീദായിരിക്കാം, അല്ലെങ്കിൽ ജസീലയുടെ ഭർത്താവിനെ സപ്പോർട്ട് ചെയ്ത് വരുന്നവനായിരിക്കാം. അങ്ങനെ വന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി കമൻ്റ് ഇടുന്നവരും ആയിരിക്കാം. ആ കുട്ടികൾക്ക് ഉമ്മായി നഷ്ടപ്പെട്ടു. ഈ കള്ള ആരോപണം പറഞ്ഞ എല്ലാവരെയും മീഡിയയുടെ മുന്നിൽ കൊണ്ടുവരണം, എല്ലാവരെയും ചോദ്യം ചെയ്യണം, അതുപോലെ എല്ലാവരെയും അറസ്റ്റും ചെയ്യണം. എന്നാൽ മാത്രമേ ഈ കുട്ടിക്ക് നീതി കിട്ടുള്ളൂ. ഇവർക്ക് നീതി കിട്ടാൻ വേണ്ടി നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. ഇതുപോലെ ഇനി ഒരു സംഭവം ഉണ്ടാകാതിരിക്കട്ടെ. കള്ള ആരോപണം പറഞ്ഞുകൊണ്ട് ആരുടെ മണ്ടയിലും ഇതുപോലെയുള്ള കുറ്റങ്ങൾ വയ്ക്കാതിരിക്കുക. നിങ്ങൾ ഓർമ്മിക്കുക, ഇങ്ങനെയൊക്കെ കുറ്റങ്ങൾ വയ്ക്കുമ്പോൾ നിങ്ങളെയൊക്കെ വീടുകളിൽ ഇരിപ്പുണ്ടല്ലോ. നിരപരാധിയായ ഒരു പെൺകുട്ടിയാണ് ഇപ്പം മരണപ്പെട്ടിരിക്കുന്നത്.